പത്തനംതിട്ടയിൽ ലിഫ്റ്റിൽ തല കുടുങ്ങിയ ആൾ മരിച്ചു. കടമനിട്ട കല്ലേലിമുക്കിൽ മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ശാരീരിക പരിമിതികൾ മൂലം ബുദ്ധിമുട്ടുന്നതിനാലാണ് റോഡിൽ നിന്ന് വീട്ടുമുറ്റത്തേക്ക് എത്താൻ ലിഫ്റ്റ് സ്ഥാപിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നൈനു, വളരെ ദാരുണമായൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. പത്തനംതിട്ട കടമനിട്ട കല്ലേലിമുക്കിൽ ചെമ്പകശ്ശേരിയിൽ മാത്തുക്കുട്ടി 75 വയസ്സുകാരനാണ് ഇപ്പോൾ ഈ ലിഫ്റ്റിൽ തല കുടുങ്ങി മരിച്ചത്. വീട്ടിൽ തന്നെയുള്ള ലിഫ്റ്റാണ്. അതായത് ഇവരുടെ വീടും റോഡും ഏതാണ്ട് 5 മീറ്ററോളം ഉയരത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ താഴെ വശത്തായിട്ടാണ് ഇവരുടെ കാർ പാർക്കിംഗ് സൗകര്യമുള്ളത്. മാത്രമല്ല 75 വയസ്സുകാരനായ മാത്തുക്കുട്ടിക്ക് വീട്ടിലെ ശാരീരികമായിട്ടുള്ള ചില പരിമിതികളുണ്ട്. അതായത് പ്രായമായതിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി തന്നെ 2 വർഷം മുമ്പാണ് മകൻ ഇത്തരത്തിലൊരു ലിഫ്റ്റ് നിർമ്മിച്ച് നൽകി കൊടുത്തത്. പിതാവിന് റോഡിൽ നിന്ന് എളുപ്പത്തിൽ വീട്ടിലേക്ക് കയറാനും ഇറങ്ങാനും ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ലിഫ്റ്റ് സംവിധാനം ഒരുക്കി കൊടുത്തത്. മക്കളെല്ലാം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അത്തരത്തിൽ ശാരീരികമായി ഏറെ നടക്കേറി വരേണ്ട ഒരു അവസ്ഥയുണ്ട് ഇവരുടെ വീട്ടിലേക്ക്. അപ്പം ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ലിഫ്റ്റ് നിർമ്മിച്ച് നൽകിയത്. എന്നാൽ അതേ ലിഫ്റ്റിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തല കുടുങ്ങിയത്. അദ്ദേഹം ഉച്ചയ്ക്ക് ഇവിടെ ഈ വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നു. അവരെ താഴെ ഇറക്കിയതിന് ശേഷം മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എപ്പോഴുമാണ് ഈ തല കുടുങ്ങിയത്. അദ്ദേഹം ബഹളം വെച്ചതിനെ തുടർന്ന് മറ്റ് അയൽവാസികളും കുടുംബക്കാരും ഓടി വന്ന് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതേ തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുമായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് ഇദ്ദേഹത്തെ ഇതിൽ നിന്നും പുറത്തെടുത്തത്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായിരുന്നു. ഇവരുടെ വീട് ഏതാണ്ട് 5 മീറ്ററോളം താഴെയാണ്, റോഡിൽ നിന്ന് 5 മീറ്ററോളം താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് മുകളിലേക്ക് കയറി വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ലിഫ്റ്റ് വീടിന് മുന്നിൽ തന്നെ നിർമ്മിച്ചത്. അപ്പോൾ ഈ ലിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് സാധാരണ ഓഫീസ് ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്റില്ല. താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതുപോലത്തെ ഫ്രെയിമുകൾ മാത്രമാണുള്ളത്. അതിൻ്റെ സൈഡ് വശങ്ങളിൽ കവർ ചെയ്യാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലുള്ള ലിഫ്റ്റാണ്. മാത്രമല്ല ഇതിൻ്റെ സ്വിച്ചിൽ പ്രവർത്തിക്കുന്ന ഇതാണ് ലിഫ്റ്റാണ്. ഇതിൻ്റെ അകത്ത് മറ്റ് സ്വിച്ചുകളോ അല്ലെങ്കിൽ അകത്ത് നിന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനമോ ഒന്നും തന്നെയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ തല കുടുങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ തല കുടുങ്ങിപ്പോയത് അങ്ങനെയാണ്. ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ളൊരു അന്ത്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്.